ഗൂഗിൾ ക്രോം ഉപയോഗിക്കുന്ന ആളുകളല്ലേ. എന്നാൽ ഞാൻ ഈ പറയുന്ന സെറ്റിങ്സ് നിങ്ങൾ ഗൂഗിൾ ക്രോമിൽ ചെയ്തു വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുട്ടൻ പണി കിട്ടും. അപ്പോൾ അത് ഇയാൾ 2-3 സെറ്റിങ്സൊക്കെ അതിൽ ഉള്ളതാണ്. അപ്പോൾ അത് ഏത് സെറ്റിങ്സ് ഒന്നും പിന്നെ നിങ്ങളെല്ലാവരും വാട്സപ്പ് ഉപയോഗിക്കുന്ന ആളുകളല്ലേ. എന്നാൽ വാട്സപ്പിൽ ലാംഗ്വേജ് ചേഞ്ച് ചെയ്യാൻ നിങ്ങൾക്കറിയാവോ? ഇതറിയാനുള്ളവർ കുറേ പേര് കാണുമായിരിക്കും. അറിഞ്ഞുകൂടാത്തവർക്കാണ് ഈ വീഡിയോ. അതായത് നമുക്കത് ഇംഗ്ലീഷ് അറിയാം. ഇപ്പോൾ പ്രായമുള്ളവരാണ് ഫോണുകൾ കൂടുതൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ചില പ്രായമുള്ളവർക്ക് ഇംഗ്ലീഷ് അത്രയ്ക്ക് പിടിയുണ്ടാകത്തില്ല. അവർക്കാണ് ഈ വാട്സപ്പ് ലാംഗ്വേജ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഈ 2 കാര്യമാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ വെൽക്കം ബാക്ക് ടു ദ ദേവരി യൂട്യൂബ് ചാനൽ. വീഡിയോ ആയിട്ട് കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഇൻസ്റ്റാ പേജിൽ സ്ക്രീൻ ഫോളോ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൺ ചെയ്തതിന് ശേഷം അതിൽ ആളെ ഓപ്ഷൻ കൊടുക്കുക. എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇടുമ്പോൾ തന്നെ ലഭിക്കത്തുള്ളൂ. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഞാൻ ആദ്യം വാട്സപ്പിൽ എങ്ങനെയാണ് ലാംഗ്വേജ് ചേഞ്ച് ചെയ്യണമെന്ന് കാണിച്ചതിന് ശേഷം ഗൂഗിൾ ക്രോമിൻ്റെ ആ സെറ്റിങ്സ് ഞാൻ കാണിച്ചിരുന്നതാണ്. അതിനായിട്ട് നിങ്ങൾ ആദ്യം വാട്സപ്പ് ഓപ്പൺ ചെയ്യുക. വാട്സപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇങ്ങനെ ആയിരിക്കും നിങ്ങൾക്ക് ഇൻ്റർഫേസ് വരുന്നത്. അവിടെ 3 ഡോട്ട്സ് കാണാം, അവിടെ ക്ലിക്ക് ചെയ്യുക. 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്തതിന് ശേഷം സെറ്റിങ്സ് ക്ലിക്ക് ചെയ്യുക. സെറ്റിങ്സ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ 8ാമത്തെ ഓപ്ഷനായ ആപ്പ് ലാംഗ്വേജ് സെലക്ട് ചെയ്യുക. ശേഷം ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭാഷ തിരഞ്ഞെടുക്കുക. ഞാനിപ്പോൾ മലയാളമാണ് തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ വാട്സപ്പ് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ വാട്സപ്പിൻ്റെ ഇതും നിങ്ങൾക്ക് മലയാളത്തിൽ തന്നെ കാണാൻ സാധിക്കുന്നതാണ്. ഇനി അത് മാറ്റണമെന്നുണ്ടെങ്കിൽ തിരിച്ചും സെറ്റിങ്സിൽ പോവുക. മലയാളത്തിലാണെങ്കിൽ ക്രമീകരണം എന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ലാസ്റ്റ് അവിടെ പോവുക. അവിടെ പോയതിനു ശേഷം ഞാൻ പറഞ്ഞ പോലെ 6ാമത്തെ ഓപ്ഷനായ ആപ്പ് ലാംഗ്വേജ് സെലക്ട് ചെയ്യുക. ആപ്പ് ഭാഷ എന്നായിരിക്കും കിടക്കുന്നത്. അവിടെ 2ാമത് ഇംഗ്ലീഷ് കിടക്കുന്നതാണ്, അത് സെലക്ട് ചെയ്യുക. ഇത്രയും നിങ്ങൾക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാട്സപ്പിൻ്റെ ലാംഗ്വേജ് എങ്ങനെയാണെന്ന് ചേഞ്ച് ചെയ്യേണ്ടതെന്ന് മനസ്സിലായല്ലോ. ഞാൻ പറയാൻ പോകുന്നതാണ് ഗൂഗിൾ ക്രോമിൽ നിങ്ങൾ നിർബന്ധമായും ചെയ്ത് വയ്ക്കേണ്ട സെറ്റിങ്സ്. ഇത് ചെയ്ത് വെച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് മുട്ടൻ പണി തന്നെ കിട്ടും. അപ്പോൾ അത് ഏത് സെറ്റിങ്സ് ആണെന്ന് വീഡിയോയിൽ കാണാം. അതിനായിട്ട് നിങ്ങൾ ആദ്യം ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ 3 ഡോട്ട്സ് കാണാം, അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം സെറ്റിങ്സ് കാണാം, അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എന്ന് ഒരു ഓപ്ഷൻ കാണും, അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അവിടെ പ്രൈവസി ഗൈഡ് എന്ന് 2ാമത്തെ ഒരു ഓപ്ഷൻ കാണാം, അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ തന്നെ കാണാൻ സാധിക്കും നിങ്ങളെ ഡാറ്റാസ് എന്തൊക്കെയാണ് എടുക്കുന്നതെന്ന് ഗൂഗിൾ തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇവിടെ ലെറ്റ്സ് ഗോ എന്ന് കാണാൻ സാധിക്കും, അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം എന്നിട്ട് ഫസ്റ്റ് ഓപ്ഷനായ മേക്ക് സെർച്ച് ആൻഡ് ബ്രൗസിങ് ബെറ്റർ എന്ന് കാണാൻ സാധിക്കും, അത് ഓണായിരിക്കും. അതിനൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക. അത് ഓഫ് ചെയ്ത് കൊടുത്താലുള്ള പ്രയോജനം, നിങ്ങൾ ഏറ്റവും കൂടുതൽ ഗൂഗിൾ ക്രോമിൽ സെർച്ച് ചെയ്യുമ്പോഴുള്ള സേഫായി ബ്രൗസ് ചെയ്യേണ്ട ഇതാണ്. അത് ഓണായിരിക്കും എങ്കിൽ ഓഫ് ചെയ്ത് കൊടുക്കുക. ശേഷം ഇവിടെ നെക്സ്റ്റ് ബട്ടൺ കൊടുക്കുക. എന്നിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ സിങ്ക് ഹിസ്റ്ററി ആൻഡ് ടാബ്സ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും, അതും ഒന്ന് ഡിസേബിൾ ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഡിസേബിൾ. ഇതിനുള്ള പ്രയോജനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മൾ സെർച്ച് ചെയ്യുന്ന സെർച്ച് ഹിസ്റ്ററി മറ്റൊരു വെബ്സൈറ്റ് വെച്ച് സിങ്ക് ചെയ്യുന്നുണ്ട്. സൈറ്റുകളും മറ്റുള്ള ഡാറ്റകളും കൊണ്ട് സിങ്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈ ഓപ്ഷൻ ഒന്ന് ഓഫ് ചെയ്തിടുക. എന്നിട്ട് നെക്സ്റ്റ് അടിക്കുക. നെക്സ്റ്റ് അടിക്കുമ്പോഴത്തേക്കും
ഇങ്ങനെ 2 ഓപ്ഷനായിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്യുന്ന കാര്യം കൂടുതൽ സേഫാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരുടെ ഫോണിലും ഈ ഓപ്ഷനായിരിക്കും അനേബിൾ ആയിട്ട് കിടക്കുന്നത്. സ്റ്റാൻഡേർഡ് പ്രൊട്ടക്ഷനിൽ നിന്നും അഡ്വാൻസ്ഡ് പ്രൊട്ടക്ഷനിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കുക. ഇത് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ സേഫായിരിക്കും. ശേഷം നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുക്കുമ്പോഴത്തേക്കും ഇങ്ങനെ 2 ഓപ്ഷനായിരിക്കും വരുന്നത്. ഇവിടെ തൊട്ടടുത്ത ഒരു ആരോ മാർക്ക് കാണാൻ സാധിക്കും. പറയാൻ വിട്ടുപോയതാണ്. ആരോ മാർക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എങ്ങനെയൊക്കെയാണ് ഈ അഡ്വാൻസ്ഡ് പ്രൊട്ടക്ഷൻ നമ്മളെ സെർച്ച് ഹിസ്റ്ററി സേഫ് ചെയ്യുന്നതെന്നുള്ള വലിയൊരു ഡീറ്റെയിൽസിനെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. വായിച്ചതിന് ശേഷം നിങ്ങൾ ഈ ഇതിൽ തന്നെ കൊടുക്കുക. ശേഷം നെക്സ്റ്റ് അടിക്കുക. ഇവിടെ 2 ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇവിടെ ബ്ലോക്ക് ടു യൂസിങ് ഇംഗ്ലീഷ് എന്നുള്ളതും ഇവിടെ ബ്ലോക്ക് ആൾ ദ ടൈം എന്ന് 2 ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ബ്ലോക്ക് ആൾ ദ ടൈം സെലക്ട് ചെയ്യുക. ഇത് സെലക്ട് ചെയ്താലുള്ള ഗുണം ഈ ഓപ്ഷനിലേക്ക് മാറ്റുന്നതിനുള്ള പ്രയോജനം, അതായത് നിങ്ങൾ ഏത് വെബ്സൈറ്റിൽ കയറുന്നുണ്ടെന്ന് നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ ഗൂഗിൾ വാച്ച് ചെയ്യുന്നുണ്ട്. ഈ നിങ്ങളുടെ ഡാറ്റാസ് ആ വെബ്സൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ അവർ വേറെ വെബ്സൈറ്റിലോട്ട് ഷെയർ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഓപ്ഷൻ അനേബിൾ ചെയ്ത് വെക്കണമെന്ന് പറയുന്നത്. അപ്പോൾ ഈ 2ാമത്തെ ഓപ്ഷനും ഒന്ന് അനേബിൾ ചെയ്ത് വെക്കുക. ശേഷം താഴെ ഈ ഓപ്ഷൻ കൊടുക്കുക. നമ്മുടെ ഡാറ്റകൾ സേവ് ചെയ്യാതിരിക്കാൻ കൂടെയാണ് നിങ്ങൾ ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ പറഞ്ഞത്. ശേഷം ഈ 2ാമത്തെ ഓപ്ഷൻ തന്നെ കൊടുക്കുക. ശേഷം ഫിനിഷ് എന്ന ഒരു ബട്ടൺ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്യുക. ശേഷം ഇവിടെ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ശേഷം ഈ ഫസ്റ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ആരോ മാർക്കിൽ തന്നെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ആഡ് ടിപ്സ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഏത് വഴിയൊക്കെയാണ് നിങ്ങൾക്ക് ഗൂഗിൾ ആഡ് തരണമെന്ന് നിങ്ങൾക്ക് വിശദമായി തന്നെ ഇവിടെ വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഗൂഗിൾ തന്നിട്ടുണ്ട്. വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം അപ്പോൾ ആ ഓപ്ഷൻ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക. ഇത് ഓഫ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ അനാവശ്യമായ ഒരു പരസ്യവും വരത്തില്ല. അത് ഓഫ് ചെയ്ത് കൊടുക്കുക. ശേഷം നിങ്ങൾ ബാക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത ഉടനെ ഇവിടെ കണ്ടില്ലേ, ഇത്രയും പരസ്യങ്ങളാണ് ഗൂഗിൾ എനിക്ക് തന്നത്. ഇത് എങ്ങനെയാണ് ഗൂഗിൾ പ്രൊമോട്ട് ചെയ്യുന്നതെന്നാണ് അടുത്ത് ഞാൻ പറയാൻ പോകുന്നത്. അതിനായിട്ട് നിങ്ങൾ ആദ്യം ആ സൈറ്റ് തന്നെ ഓപ്പൺ ചെയ്യുക. സൈറ്റ് ഓപ്പൺ ചെയ്ത ഉടനെ ഇവിടെ 2ാമത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇതിനെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വിശദമായ വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ചുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞു തരുന്നതല്ല. ആവശ്യമുള്ളവർ പോയി കണ്ടു നോക്കിയാൽ അത്. വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്ക് കൊടുത്തേക്കും. ശേഷം താഴെ കാണുന്ന ഡൺ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇത്രയും ചെയ്താൽ നിങ്ങളുടെ ഗൂഗിൾ നിങ്ങൾക്ക് സേഫായിട്ട് തന്നെ ബ്രൗസ് ചെയ്യാൻ സാധിക്കുന്നതാണ്.